ലോഫ്റ്റിസ്, ടോം ലോഫ്റ്റിസ്, വിഡോസ് ബേ എന്ന സൗന്ദര്യത്തിൽ പൊതിഞ്ഞ നിഗൂഢ ദ്വീപ് നഗരത്തിൻ്റെ അധികാരി, മേയർ. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടർ ആർത്തറെ വിളിച്ച് എന്തായാലും ഗുണമുണ്ടായി. ദ്വീപിനെക്കുറിച്ച് നല്ല അടിപൊളി തലക്കെട്ടുള്ള വാർത്തകളും റിപ്പോർട്ട്സുമാണ് അച്ചടിച്ചു വന്നിരിക്കുന്നത്. ഇനി വൈകാതെ ആളുകളിങ്ങ് എത്തും. എന്നാൽ വിഡോസ് ബേയിൽ എന്തൊക്കെയോ അസാധാരണ പ്രത്യേകതകളുണ്ട്. ഷെഫ് ക്ലാർക്കിലൂടെ നമ്മൾ ആദ്യ എപ്പിസോഡിൽ തന്നെ കാണാനിത് തുടങ്ങിയപ്പോൾ പുതിയ അധ്യായം ദ്വീപിലെ പ്രധാന പള്ളിയും അതിലെ മണിയടിയൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ശുഭകരമായ തുടക്കം എന്ന് കരുതിയെങ്കിൽ തെറ്റി. നട്ടപ്പാതിരയ്ക്കാണ് മണിയടിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത നേരത്ത് ടൗണിലെ ആ പഴയ പള്ളിയുടെ മണി തനിയെ മുഴകാൻ തുടങ്ങുവാണ്. ഈ പള്ളിമണിയുടെ പിന്നിലെ നിഗൂഢത എന്താണെന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ അറിയും. ആ രാത്രി അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് നേരം പുലർന്നു. മേയറായ ലോഫ്റ്റിസും അസിസ്റ്റന്റ് പെട്രീഷ്യയും കൂടി കാറിൽ ഒരു കാപ്പി കുടിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ അടുത്തതായി കാണുന്നത്. അവരുടെ വണ്ടിയുടെ പിൻസീറ്റ് നിറയെ ബോക്സുകളാണ്. ആ ബോക്സുകളിൽ എന്താണെന്നല്ലേ ഈ വിഡോസ് ബേ എന്ന ടൗണിനെക്കുറിച്ചും ഇവിടുത്തെ വിനോദസഞ്ചാര സാധ്യതകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അടങ്ങിയ ബ്രോഷറുകളായിരുന്നു അത്. ഈ ടൗണിൻ്റെ പരസ്യം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഈ നോട്ടീസുകൾ വിതരണം ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരിറങ്ങിയിരിക്കുന്നത്. പക്ഷേ യാത്രയിലുടനീളം പട്രീഷ്യയുടെ മുഖത്ത് വലിയൊരു സങ്കടം നിഴലിച്ചു നിൽപ്പുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ടൗണിൻ്റെ പരസ്യത്തിനായി അവൾ എഴുതിയ കവിതകളൊന്നും തന്നെ ഈ ബ്രോഷറുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് മാത്രമല്ല അവൾക്ക് സങ്കടം, നേരത്തെ അവൾ വരച്ച മനോഹരമായ പെയിൻറ്റിങ്ങുകളൊന്നും തന്നെ ആർത്തറിനെ കാണിക്കാൻ ലോഫ്റ്റിസ് സമ്മതിച്ചിരുന്നില്ല. എങ്കിൽ അതും പദ്ധതി വന്നേനെ. അതിൻ്റെ വിഷമവും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ലോഫ്റ്റിസ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നടക്കാഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ നമ്മുടെ ടൗണിനെക്കുറിച്ച് ആർത്തർ പറഞ്ഞ നല്ല വാക്കുകളും പത്രത്തിൽ വന്ന അഭിനന്ദനങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സന്തോഷിക്കാൻ അദ്ദേഹം പട്രീഷ്യയോട് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ച് ആ കോഫി ഷോപ്പിലെത്തി. ഈ ടൗണിനെ എങ്ങനെയെങ്കിലും ഒരു ഹൈ ക്ലാസ് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണമെന്നത് ലോഫ്റ്റിസിൻ്റെ വലിയൊരു വാശിയാണ്. ഇതിനായി ടൗണിലെ എല്ലാ കടകളും ബിസിനസ്സുകളും അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അയാൾ നേരത്തെ തന്നെ കർശനമായ ഉത്തരവ് നൽകിയിട്ടുണ്ടായിരുന്നു. മേയറുടെ ഈ വാക്ക് വിശ്വസിച്ച് ആ പാവം കോഫി ഷോപ്പ് ഉടമ തൻ്റെ കയ്യിലുള്ള വലിയൊരു തുക മുടക്കി തികച്ചും ആധുനികമായ വില കൂടിയ ഒരു പുതിയ കോഫി മെഷീൻ വാങ്ങി സ്ഥാപിച്ചു. പക്ഷേ പണിപാളി. ടൗണിൽ ഒരൊറ്റ ടൂറിസ്റ്റ് പോലും വരാനില്ല. ഇനി അവിടുത്തെ നാട്ടുകാരുടെ കാര്യം നോക്കിയാലോ, അവർക്കാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാവുന്ന സാധാരണ കാപ്പിയുടെയാണ് താല്പര്യം. അല്ലാതെ ഈ കോഫി ഷോപ്പിൽ വന്ന് വലിയ വില കൊടുത്ത് ലക്ഷറി കാപ്പി കുടിക്കാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. ചുരുക്കം പറഞ്ഞാൽ ആ കോഫി മെഷീൻ ഇപ്പോൾ ആ കടയുടമയ്ക്ക് വലിയൊരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു. അതൊരു ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റായി മാറി എന്ന് അയാൾക്ക് മനസ്സിലായി. കടയുടമ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഇതേക്കുറിച്ച് ലോഫ്റ്റിസിനോട് പരാതിപ്പെടുന്നുണ്ട്. എന്നാൽ ലോഫ്റ്റിസ് അയാളെയും ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ ടൗണിനെക്കുറിച്ചുള്ള പോസിറ്റീവ് റിവ്യൂസൊക്കെ പുറത്തു വന്ന് കഴിഞ്ഞു. ഇനി നോക്കിക്കോ, ടൂറിസ്റ്റുകളുടെ ഒരു വൻ ഒഴുക്ക് തന്നെ ഇങ്ങോട്ടേക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ മെഷീന് വേണ്ടി മുടക്കിയ പൈസയുടെ ഇരട്ടി നിങ്ങൾക്ക് ലാഭമായി തിരിച്ചു പിടിക്കാനും പറ്റും. മേയർ ഈ പറയുന്നത് വെറും കപടമായൊരു പകൽക്കിനാവ് മാത്രമാണെന്ന് ആ കോഫി ഷോപ്പ് ഉടമ തിരിച്ചു പറയാൻ ആഞ്ഞടിക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ അപ്രതീക്ഷിതമായി ആ വഴി കടന്നുപോയൊരു പോലീസ് വണ്ടി എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചു. എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ലോഫ്റ്റിസും പട്രീഷ്യയും ആ പോലീസ് വണ്ടിയെ പിന്തുടർന്ന് മുന്നോട്ട് പോയി. പോലീസ് വണ്ടി ചെന്ന് നിന്നത് അവിടുത്തെ ഒരു പഴയ ഇന്നിൻ്റെ മുന്നിലാണ്. ലോഡ്ജ് പോലുള്ള താമസ സ്ഥലം. അവിടെ നമ്മൾ മുന്നേ കണ്ടില്ലേ ദ്വീപിനെക്കുറിച്ചുള്ള നിഗൂഢതകൾ പറഞ്ഞു നടക്കുന്ന വിക്. അയാൾ ആ ഇന്നിൻ്റെ വാതിലുകളൊക്കെ പലക വെച്ച് ചേർത്ത് ആണിയടിച്ച് മാറ്റുകയാണ്. അതായത് ആ ലോഡ്ജ് എന്നേക്കുമായി അടച്ചുപൂട്ടാൻ ശ്രമിക്കുകയാണ് അയാൾ. പോലീസ് വന്ന് വിക്കിനെ തടയാനും കസ്റ്റഡിയിലെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്ക് വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. പ്രേതബാധയുള്ള ഈ ലോഡ്ജ് അടച്ചുപൂട്ടാതെ ഇങ്ങനെ തുറന്നിടുന്നത് വഴി ലോഫ്റ്റിസ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വലിയൊരു വിപത്തിലേക്കാണ് തള്ളിവിടുന്നതെന്നും എല്ലാവരുടെയും നാശത്തിന് ഇത് കാരണമാകാൻ പോകുന്നെന്നും വിക്ക് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. വിക്കിൻ്റെ ഈ ഭ്രാന്തൻ സംസാരം കേട്ട് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ലോഫ്റ്റിസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിക്കിനെ ഒരു ഹിക് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. അതായത് വിവരമില്ലാത്ത നാട്ടിൻപുറത്തുകാരൻ. ഒരു മേയറുടെ പദവിയിലിരിക്കെ ഒരാൾ തൻ്റെ നാട്ടുകാരനെ ഇങ്ങനെ പരസ്യമായി അവമാനിച്ചത് വലിയൊരു തെറ്റായിരുന്നു. ഈ ഒരു വാക്ക് കാരണം ലോഫ്റ്റിസിന് ഇനി എന്തൊക്കെ വലിയ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരിക. വിക്കിനെ ഒരു തരത്തിൽ പോലീസ് എത്തി കൊണ്ടുപോയ ശേഷം അയാൾ ഇത്രയും നേരം നിന്ന് പലകയടിച്ച് വെച്ച ആ വാതിലില്ലേ, ലോഡ്ജ് മാനേജർ വന്നത് നോക്കുമ്പോഴോ മണ്ട ഫിറ്റായി നിന്ന് ആണി അടിച്ചത് കട്ടളയ്ക്ക് പകരം കഥയിലേക്കായിരുന്നു. ലോഫ്റ്റിസ് ഈ സംഭവത്തിന് ശേഷം രാത്രി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങാൻ വേണ്ടി സാൾട്ടി വെയിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അയാൾ പള്ളിയിലെ റെക്ടറെ കണ്ടുമുട്ടുകയാണ്. പള്ളിയിലച്ചൻ, പുരോഹിതൻ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ റെക്ടർ. ഞാൻ ഡിക്ഷണറി നോക്കിയായിരുന്നു. മേയർ രാവിലെ മുതൽ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും റെക്ടർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ലോഫ്റ്റിസ് റെക്ടറോട് തൻ്റെ സങ്കടങ്ങളും പരാതികളും പറയാൻ തുടങ്ങി. നമ്മുടെ ഈ വിഡോസ് ബേ ടൗണിന് ഒരു നല്ല റിവ്യൂ ഒപ്പിച്ചെടുക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുമെന്ന് അറിയുമോ? എന്നിട്ട് എന്താ കാര്യം? ഇവിടെ ആർക്കും അതിൻ്റെ വിലയില്ല. ആരും എൻ്റെ അധ്വാനത്തെ അഭിനന്ദിക്കുന്നില്ല. തൻ്റെ കഠിനാധ്വാനത്തെ വിലമതിക്കാത്ത ആളുകളുടെ ലിസ്റ്റിൽ ഒന്നാമൻ ആ വിക്കാണെന്നും ലോഫ്റ്റിസ് ദേഷ്യത്തോടെ പറയുന്നു. എന്നാൽ റെക്ടർ വിക്കിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നീ വിക്കിനെ അങ്ങനെ പറയരുത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവൻ വ്യക്തിപരമായി വളരെ മോശം സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്.
അതുകൊണ്ട് അവനോട് അല്പം സഹതാപവും കാരുണ്യം കാണിക്കാൻ നീ തയ്യാറാകണം. വിക്കിന് മാനസിക നില തെറ്റാനുണ്ടായ പഴയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ കൂടുതൽ വിശദീകരിക്കുന്നില്ലെങ്കിലും കഥയുടെ വരുംഭാഗങ്ങൾ അതിനെക്കുറിച്ച് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംസാരം അവസാനിപ്പിച്ച് പോകുന്നതിന് മുമ്പ് ലോഫ്റ്റിസ് റെക്ടറോട് ഒരു റിക്വസ്റ്റ് നടത്തുന്നു. അച്ഛാ, രാത്രികാലങ്ങളിൽ പള്ളി നല്ലതുപോലെ പൂട്ടിയിടാൻ ശ്രദ്ധിക്കണം. കാരണം ഇന്നലെ രാത്രി ആ പള്ളിമണി ഭയങ്കര തൊല്ലയായിരുന്നു. ആ സമയത്ത് അടിച്ചത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. അത് ചെയ്തെൻ്റെ മകൻ ഇവാനും അവൻ്റെ കൂട്ടുകാരൊക്കെ ആയിരിക്കും. അത് ഞാൻ നോക്കാം. എന്തായാലും ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇത് കേട്ടതും റെക്ടറുടെ മുഖം മാറി. അദ്ദേഹം വളരെ ഗൗരവത്തോടെ പറഞ്ഞു, നീ ഈ പറയുന്ന അസംഭവ്യമാണ്. ആർക്കും ആ പള്ളിമണി അങ്ങനെ ഒന്നും അടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് അല്പം കഴിഞ്ഞ് വ്യക്തമാകും. എന്തായാലും വളരെ അസ്വസ്ഥനായാണ് റെക്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പുരോഹിതൻ പോയതിന് പിറകെ ലോഫ്റ്റിസ് തൻ്റെ ഭക്ഷണം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് റെസ്റ്റോറൻറ്റിലിരുന്ന് മറ്റു പതിവുകാർ അയാളെ ഒന്ന് റാട്ടുന്നത്. ലോഫ്റ്റിസ് വിക്കിനെ വിളിച്ച അതേ അധിക്ഷേപ വാക്ക് ഹിക്ക് നാട്ടുകാർ ഇപ്പോൾ ലോഫ്റ്റിസ് കേൾക്കത്തക്ക രീതിയിൽ ഉച്ചരിച്ചു. വിക്കിൻ്റെ സൈഡാണ് അവരെല്ലാം. ചുറ്റുപാട് വല്ലാതെ വഷളാവുന്ന കണ്ട് രംഗം ശാന്തമാക്കാൻ വേണ്ടി ലോഫ്റ്റിസ് ഒടുവിൽ തൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. ആ സമയത്ത് ദേഷ്യത്തിലും ബഹളത്തിലും നവൻ തുമ്മിൽ വന്നു പോയതാണ് ആ വാക്കെന്ന് അയാൾ സമ്മതിച്ചു. എങ്കിലും ആ ലോഡ്ജ് പ്രേതബാധയുള്ളതാണെന്ന് പറഞ്ഞ് ടൗണിൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന വിക്കിൻ്റെ പ്രവൃത്തി തികച്ചും തെറ്റാണെന്ന കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് ലോഫ്റ്റിസ് വാദിച്ചു. ലോഫ്റ്റിസ് വിക്കിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച നാട്ടുകാരോട് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ നോക്കിയെങ്കിലും അവർ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന നാട്ടുകാർ ലോഫ്റ്റിസിന് നേരെ തിരിഞ്ഞ് വളരെ ഗൗരവത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ വിക്ക് പറയുന്നതും വെറും ഭ്രാന്തല്ല. ആ ഇന്നിന് വളരെ ഭീകരവും ആർക്കും വിശദീകരിക്കാൻ കഴിയാത്തതുമായ ഒരു ഇരുണ്ട ചരിത്രമുണ്ട്. അവിടെ മുമ്പ് നടന്നിട്ടുള്ള ചോര ചീന്തിയ സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഈ ദ്വീപ് ഇപ്പോൾ വീണ്ടും ഉണർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ആ പഴയ പ്രേതബാധയുള്ള ലോഡ്ജ് ഇങ്ങനെ തുറന്നിട്ടാൽ അത് കൂടുതൽ ഭയാനകമായ ദുരന്തങ്ങൾക്കും ആഭിചാരങ്ങൾക്കും ഒക്കെ വേദിയാകും. അത് തടയാനാണ് വിക്ക് ശ്രമിക്കുന്നത്. അത് യാതൊരു തെറ്റുമില്ല. എന്നാൽ ലോഫ്റ്റിസ് ഒന്നും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ശാസ്ത്രത്തിലും യുക്തിയിലും മാത്രം വിശ്വസിക്കുന്ന അയാൾ ഈ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളി. എന്നിട്ട് ഉറപ്പിച്ചു പറഞ്ഞു, എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ആ ഇന്നിൻ്റെ ഉള്ളിൽ യാതൊരു കുഴപ്പമില്ലെന്ന്. അത് തികച്ചും സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാരികൾക്ക് അവിടെ ഒന്ന് താമസിക്കാൻ ഞാൻ അനുവാദം കൊടുക്കുന്നത്. അതിൽ ഞാൻ മാറ്റമൊന്നും വരുത്താൻ പോകുന്നുമില്ല. ലോഫ്റ്റിസിൻ്റെ അമിത ആത്മവിശ്വാസം കണ്ടപ്പോൾ നാട്ടുകാർ അയാൾക്ക് മുന്നിൽ ഒരു കടുത്ത വെല്ലുവിളി വെച്ചു. നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ നീ തന്നെ പോയി അതൊന്ന് തെളിയിക്ക്. ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയായി ഇന്നലെ ക്യാപ്റ്റൻ സ്യൂട്ടിൽ ഒറ്റയ്ക്ക് ഒരു രാത്രി മുഴുവൻ പോയി താമസിക്കും. എന്നിട്ട് അവിടെ യാതൊരു കുഴപ്പവുമില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തിത്താ. ലോഫ്റ്റിസ് ആകട്ടെ ആ വെല്ലുവിളി സ്വീകരിച്ചു. നാട്ടുകാരുടെ മനസ്സിലെ ഭയം മാറ്റാൻ വേണ്ടി പുള്ളി ഒരു പടി കൂടി മുന്നോട്ട് പോയി സംസാരിച്ചു. ശരി, ഞാനതിന് തയ്യാറാണ്. നിങ്ങൾ പറയുന്ന ആ റൂമിൽ ഞാൻ ഇന്ന് രാത്രി കിടക്കാം. അത് മാത്രമല്ല, അവിടെ പ്രേതമുണ്ടെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ ഈ പറയുന്ന ആ പ്രേതത്തെ ഉണർത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്ത് കാണിക്കാം. പക്ഷേ എനിക്കൊരൊറ്റ നിബന്ധനയുള്ളൂ. ഞാൻ നാളെ രാവിലെ അവിടെ നിന്നും സുരക്ഷിതനായി ഇറങ്ങി വന്നാൽ പിന്നെ നിങ്ങളാരും ഈ പ്രേതകഥയും പറഞ്ഞ് നടക്കരുത്. വിക്കിനെ പിന്തുണയ്ക്കുന്നത് നിർത്തണം. ടൂറിസ്റ്റുകൾക്ക് യാതൊരു ശല്യവും ഉണ്ടാക്കാതെ സമാധാനപരമായി ഐനിൽ താമസിക്കാൻ നിങ്ങൾ അനുവദിക്കണം. നാട്ടുകാരെല്ലാവരും ഈ ഡീലിന് സമ്മതിച്ചു. അങ്ങനെ ലോഫ്റ്റിസ് ആ റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങാൻ ഒരുങ്ങി. അവൻ പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലോണിയെ മറന്നിട്ടില്ലല്ലോ, തുടക്കത്തിൽ കണ്ട ഹാർബർ മാസ്റ്റർ. അയാൾ പതുക്കെ ലോഫ്റ്റിസിന് താക്കീത് നൽകി. ഇത് ചെയ്യരുത്, വേണ്ടാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ലോഫ്റ്റിസ് തിരികെ പോകാൻ കഴിയാത്ത വിധം കളിയിൽ വളരെ ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. തൻ്റെ പദവിയും വാശിയും കാരണം ആ വെല്ലുവിളിയിൽ നിന്നും പിന്മാറാൻ അയാൾ തയ്യാറായില്ല. ഇതേസമയം റെക്ടർ തൻ്റെ പള്ളിയിൽ തിരിച്ചെത്തിയിരുന്നു. ലോഫ്റ്റിസ് പറഞ്ഞ ആ പള്ളിമണിയുടെ കാര്യം പരിശോധിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നേരെ മണിഗോപുരത്തിലേക്ക് പോയത്. അവിടെ ചെന്ന റെക്ടറും അതുപോലെ പ്രേക്ഷകരായ നമ്മളും ഒരുപോലെ ഞെട്ടിപ്പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ആ പള്ളിമണി വലിയ ഇരുമ്പ് ചങ്ങലകൾ ഉപയോഗിച്ച് വലിഞ്ഞു മുറുകി കെട്ടിയിരിക്കുകയായിരുന്നു. ഒരാൾ വന്ന് ശക്തമായി വലിച്ചാൽ പോലും ഒരടി അനക്കം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിലാണ് അത് പൂട്ടിയിട്ടിരിക്കുന്നത്. അതും വളരെ കാലപ്പഴക്കം വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ പാതിരാത്രിയിൽ ആ മണി എങ്ങനെ മുഴങ്ങി? അതൊരു നിഗൂഢതയാണല്ലോ. നമുക്ക് നോക്കാം. ലോഫ്റ്റിസ് വീട്ടിൽ മകൻ ഇവാനൊപ്പം ഇരുന്ന് രാത്രി ഭക്ഷണം കഴിക്കവേ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് രാത്രി നീ റൂത്തിൻ്റെ വീട്ടിൽ താമസിക്കണം. അച്ഛനിന്ന് രാത്രി ആ ലോക്കൽ ഇന്നിൽ പോയി അവിടുത്തെ ചില കെട്ടുകഥകൾ പൊളിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ആയിരിക്കും. തൻ്റെ അച്ഛൻ വീട്ടിലുണ്ടാകില്ല എന്ന് കേട്ടതും ഇവാൻ യാതൊരു മടിയും കൂടാതെ പെട്ടെന്ന് തന്നെ എന്നെ സമ്മതിച്ചു. മകൻ്റെ ആ പെട്ടെന്നുള്ള സമ്മതം കണ്ടപ്പോൾ താനില്ലാത്ത സമയം നോക്കി അവനെന്തോ ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് ലോഫ്റ്റിസിന് മനസ്സിലായി. എന്നാൽ മകനെ നിരീക്ഷിക്കാനോ അവനെ കാവലിരിക്കാനുള്ള സമയം ലോഫ്റ്റിസിനുണ്ടായിരുന്നില്ല. കാരണം പുറത്ത് നല്ലപോലെ ഇരുട്ടി കഴിഞ്ഞിരുന്നു. അയാൾക്ക് എത്രയും പെട്ടെന്ന് ഐനിലേക്ക് പോകണമായിരുന്നു. പട്രീഷ്യയാണ് ലോഫ്റ്റിസിനെ കാറിൽ ഐനിൻ്റെ മുന്നിൽ കൊണ്ടു ചെന്നാക്കിയത്. അവളെ തിരികെ വിട്ട ശേഷം ലോഫ്റ്റിസ് ഐനിൻ്റെ ഉള്ളിലേക്ക് കയറി നടത്തിപ്പോകാനായ കുർട്ട് വരുന്നതുവരെ കാത്തു നിൽക്കുന്ന സമയത്ത് അവിടെ ചുവരുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ചില ചിത്രങ്ങൾ ശ്രദ്ധിച്ചു. ദ്വീപിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. വളരെ വിചിത്രവും ഭയമുണർത്തുന്നതുമായ പെയിൻറ്റിങ്ങുകളായിരുന്നു അവ. അല്പം കഴിഞ്ഞ് കുർട്ട് അങ്ങോട്ടേക്ക് വന്നു. അവൻ കയ്യിലൊരു ഹാൻഡി ക്യാമും കരുതിയിരുന്നു. അത് ലോഫ്റ്റിസിന് നേരെ നീട്ടി. കാണാൻ മറ്റൊന്നുമില്ല. നാട്ടുകാർ പറഞ്ഞ വെല്ലുവിളി പ്രകാരം ലോഫ്റ്റിസ് അവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി വീഡിയോയിൽ റെക്കോർഡ് ചെയ്യണമായിരുന്നു.
താൻ ഇവിടെ ഉടായ്പൊന്നും കാട്ടുന്നില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അത് ആവശ്യമാണെന്ന് ലോഫ്റ്റീസിനും തോന്നി. കുർട്ട് ലോഫ്റ്റീസിനെ കൂട്ടി നേരെ നാട്ടുകാർ ആവശ്യപ്പെട്ട ആ ക്യാപ്റ്റൻ സ്വീറ്റിലേക്ക് പോയി. എന്നാൽ റൂമിൻ്റെ വാതിൽ തുറന്ന് ലോഫ്റ്റീസിനകത്തേക്ക് കയറ്റിയെങ്കിലും കുർട്ട് ആ റൂമിനുള്ളിലേക്ക് ഒരടി പോലും വെച്ചില്ല. അവൻ പുറത്തു തന്നെ നിന്നു. അതുമാത്രമല്ല, കുർട്ട് വളരെ വിചിത്രമായ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി. ഞാൻ രാത്രികാലങ്ങളിൽ ഈ നിൻ്റെ ഉള്ളിൽ കിടക്കാറില്ല. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ഉറങ്ങാറുള്ളത്. അതുകൊണ്ട് രാത്രി നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടേ ഇവിടുത്തെ ലാൻഡ് ലൈൻ ഫോൺ വഴി എൻ്റെ വീട്ടിലേക്ക് വിളിക്കണം എന്ന് പറയുമ്പോൾ ഈ ദ്വീപിൽ മൊബൈൽ ഫോണുകൾക്കൊന്നും റേഞ്ച് ഉണ്ടാകാറില്ല എന്നാരും ഓർക്കണം. അങ്ങനെ കുർട്ടിൻ്റെ ഈ സംസാരം കേട്ടപ്പോഴാണ് ലോഫ്റ്റീസിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. ഈ ഇന്നിൻ്റെ ഉടമസ്ഥൻ പോലും ഇതിനുള്ളിൽ രാത്രി കിടക്കാൻ ഭയപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ഇന്നിനു വേണ്ടിയാണ് താൻ ഇവിടെ വന്ന് നാട്ടുകാരോട് പോരാടുന്നത് എന്നോർത്ത് അയാൾ അമ്പരുന്നു. ലോഫ്റ്റീസ് ആ മുറിയിൽ ഒറ്റയ്ക്കായി. ഇതേ സമയം കഥ വീണ്ടും പള്ളിയിലെ റെക്ടറിലേക്ക് മാറുകയാണ്. അദ്ദേഹം പള്ളിയുടെ പഴയ രേഖകൾ സൂക്ഷിക്കുന്ന ആർക്കൈവ്സിൽ നിന്നും വളരെ പഴയൊരു കത്ത് കണ്ടെടുക്കുന്നു. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ ആ പള്ളിമണി തനിയെ മുഴുകിക്കഴിഞ്ഞാൽ പള്ളിയിലെ പുരോഹിതൻ പിന്നീട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന ആ കത്ത് ആരാണ് എഴുതിയതെന്നോ ഇനി ചെയ്യേണ്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ആ കത്തിൽ വ്യക്തമായി കാണിക്കുന്നില്ല. എങ്കിലും ഒന്നുറപ്പാണ്, ഇപ്പോൾ ദ്വീപിൽ നടക്കുന്ന നിഗൂഢമായ സംഭവങ്ങൾ ഇതിനു മുമ്പും എപ്പോഴും ഇവിടെ നടന്നിട്ടുണ്ട്. ആ പ്രതിഭാസത്തെ തടയാനോ അല്ലെങ്കിൽ അതിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനോ വേണ്ടിയാണ് പള്ളി അധികാരികൾ ഈ രേഖകൾ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കറുത്ത ചരിത്രമുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ സമയത്ത് നാട്ടുകാർ അഭയം തേടി ഓടിയെത്തിയത് ഇതേ പള്ളിയിലായിരുന്നു. അന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവർ പരസ്പരം മനുഷ്യമാംസം ഭക്ഷിച്ച ഒരു ക്രൂരമായ ചരിത്രം ഈ പള്ളിക്കുണ്ട്. കാനിബലിസം ഓർമ്മ വരുന്നുണ്ടോ? മുമ്പത്തെ എപ്പിസോഡിൽ മ്യൂസിയത്തിലായി കണ്ട ആ ഒരു പേപ്പർ കട്ടിംഗ്. അങ്ങനെയുള്ള ഒരു ഇരുണ്ട പശ്ചാത്തലമുള്ള പള്ളിക്ക് ഇപ്പോൾ ഈ മണിമുഴക്കം വഴി എന്താണ് പ്രവചിക്കാൻ കഴിയുക? അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് ജനങ്ങളെ സഹായിക്കാൻ കഴിയുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതിനിടയിൽ ഷെരീഫ് ബെച്ചിർ തൻ്റെ പങ്കാളിയോട് സംസാരിക്കുന്ന ഒരു കൊച്ചു സന്ദർഭമുണ്ട്. ഈ വിഡോസ് ബേ എന്ന ഭ്രാന്തൻ നാട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് താമസം മാറി രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന വിക്കിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് അവരും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുർട്ട് പോയതിനു ശേഷം ലോഫ്റ്റീസ് ആ വലിയ ക്യാപ്റ്റൻസ് വീട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. രാത്രിയിലെ സമയം എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ വേണ്ടി അയാൾ പല വഴികളും നോക്കാൻ തുടങ്ങി. ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ടെലിവിഷൻ ഓൺ ചെയ്തു. എന്നാൽ അതിൽ വിഡോസ് ബേയെ കുറിച്ച് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ ഒരാളുടെ വ്ളോഗായിരുന്നു. പുള്ളി നഗരത്തെക്കുറിച്ച് എനിക്ക് കുറേ കാഴ്ചകൾ നിങ്ങളെ കാട്ടാനുണ്ട്, എൻ്റെ പിറകെ വന്നോളൂ എന്ന് പറഞ്ഞ് നടന്നങ്ങ് പോയി. ഇയാൾ ഒറ്റയ്ക്ക് റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ അവിടെ തന്നെ ഇരിക്കുവാണ്. അതങ്ങനെ വേറൊരെണ്ണം. പുറത്തുള്ള ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ശക്തമായ വെളിച്ചം അടിക്കടി മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. വെളിച്ചം ഒഴിവാക്കാൻ വേണ്ടി ജനലിലെ കട്ടിയുള്ള കർട്ടനുകൾ നന്നായി വലിച്ചിട്ടു. പിന്നീട് അവിടുത്തെ മേശപ്പുറത്തിരുന്ന ചില ബോർഡ് ഗെയിമുകൾ കളിച്ച് സമയം കളയാമെന്ന് കരുതിയെങ്കിലും ഒന്നും അത്ര രസമായി തോന്നിയില്ല. എന്നാൽ പിന്നെ മൂഡ് നന്നാക്കാൻ കുറച്ച് സ്കോച്ച് ആയിക്കോട്ടെ എന്നങ്ങനെ അവിടെ ഉണ്ടായിരുന്നൊരു മദ്യമെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്നതും ചൂരിലുള്ള PA സിസ്റ്റം വഴി കൂട്ടിൻ്റെ ശബ്ദം. ലോഫ്റ്റീസ്, നിങ്ങൾ അവിടെ ഇരുന്ന് കുടിക്കുന്ന മദ്യത്തിൻ്റെ അളവ് കൃത്യമായി റെക്കോർഡ് ചെയ്ത് കുറിച്ച് വയ്ക്കണം. എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തേലും കളിപ്പിരി ചെയ്യുന്നു നോക്കാനുള്ള അവിടെ ഒരു ത്വര നോക്കണേ. ഇനി സമയം കളഞ്ഞൊരു കാര്യമില്ലെന്നും നാട്ടുകാർ ഏൽപ്പിച്ച വെല്ലുവിളികൾ ഓരോന്നായി ചെയ്തു തീർക്കാമെന്നും അയാൾ തീരുമാനിച്ചു. തൻ്റെ കയ്യിലെ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് ലിസ്റ്റിലുള്ള വിചിത്രമായ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഈ റൂമിനെ ക്യാപ്റ്റൻസ് വീട്ടിൽ നിന്ന് വിളിക്കാൻ കാരണം ഒരു കപ്പിത്താൻ പണ്ട് ഇവിടെ വെച്ച് അയാളുടെ കുടുംബത്തെ കോടതിയിൽ വെച്ച് ബ്രൂട്ടലായി കൊന്നു കളഞ്ഞിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്ന മുറിയാണിത്. അതാണ് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം. 1951 ന്യൂ ഇയർ ഈവ് സെലിബ്രേഷനിൽ വെച്ച് ക്ലൗൺ വേഷം ധരിച്ച് ഒരാൾ കൊല നടത്തിയ ദുരൂഹചരിത്രവും ഉള്ള ലോഡ്ജാണിത്. പിന്നൊരു സംഭവം, അവിടെ തോട്ടം തൊഴിലാളിയായ ഒരു സ്ത്രീ ജനൽ വഴി ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് അവിടെ നിന്നുകൊണ്ട് 3 തവണ പറഞ്ഞാൽ കണ്ണാടിയിൽ അവിടെ റിഫ്ലക്ഷൻ കാണാമെന്നാണ് പറയുന്നത്. ലോഫ്റ്റീസ് അങ്ങനെ ആദ്യം ചെയ്ത് ഒരു ചുക്കും നടക്കാതെ ലിസ്റ്റ് മൊത്തം വെട്ടിക്കൊണ്ടിരിക്കെ എന്നാൽ നാട്ടുകാർ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ഇന്നിൻ്റെ അടിയിലുള്ള ഇരുണ്ട ഇടുങ്ങിയ വഴിയിലേക്ക്, ക്രോൾ സ്പേസ്, തറയ്ക്കടിയിലെ ഇടുങ്ങിയ സ്ഥലം, അവിടേക്ക് ഇറങ്ങുക എന്നത്. ലോഫ്റ്റീസ് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയെങ്കിലും അവിടെ കറുത്തിരുണ്ട് വളരെ വൃത്തികേടായി കിടക്കുന്ന കാരണം അയാൾ അതിനെ തുനിയാതെ പിന്മാറി. അഴുക്കിലോട്ടൊന്നും എന്തായാലും പോകണില്ലെന്ന് പറഞ്ഞിട്ട് തിരികെ മുറിയിലെത്തി. മകൻ ഇവാൻ റൂത്തിൻ്റെ വീട്ടിൽ സുരക്ഷിതനായി എത്തിയോ എന്നന്വേഷിക്കാൻ വേണ്ടി ലാൻഡ് ലൈൻ ഫോൺ വഴി റൂത്തിനെ വിളിച്ച് സംസാരിച്ചു. പ്രായം ചെന്ന റൂത്താകട്ടെ ഇവാൻ ഉണ്ടോ എന്ന് നോക്കാൻ പോയി, പിന്നെ അനക്കമില്ല. അങ്ങനെ ഇരിക്കുക ഒരു സംഭവം വീണ്ടും ലൈറ്റ് ഹൗസിൻ്റെ വെട്ടമടിക്കുന്നു. കുറച്ചു മുന്നേ വലിച്ചിട്ട് ആ കർട്ടൻ ഇപ്പോൾ പകഞ്ഞ നിലയിലും. ഒരു സംശയത്തോടെ അത് ചെന്ന് വീണ്ടും വലിച്ചിട്ട് നിൽക്കെ ആ മുറിയുടെ ഒരു ഭാഗത്തു നിന്നും വലിയൊരു പാർട്ടിയുടെയും ബഹളത്തിൻ്റെയും ശബ്ദം ലോഫ്റ്റീസ് കേൾക്കാൻ തുടങ്ങി. ആളുകൾ ചിരിക്കുന്നതും സംസാരിക്കുന്നതുമായ ശബ്ദമായിരുന്നു അത്. ന്യൂ ഇയർ തുടങ്ങുന്നതിന് മുമ്പ് കൗണ്ട് ഡൗൺ ചെയ്യുന്നതൊക്കെ പോലെ. ഇത് കേട്ടു നിൽക്കെ ഹാൾവേയിലൂടെ ആരോ നടന്നു പോകുന്ന കാൽപെരുമാറ്റവും കേട്ടു. ഈ ഇന്നിൽ താൻ മാത്രമല്ലേ ഉള്ളൂ എന്നോർത്ത് ഭയന്ന ലോഫ്റ്റീസ് പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ അവിടെ മറ്റൊരാൾ നിൽക്കുന്ന അയാൾ കണ്ടു. വില്യം എന്നായിരുന്നു അയാളുടെ പേര്. ഇരുവരും പരസ്പരം കണ്ട് ഞെട്ടി. നേരത്തെ കുർട്ട് മറ്റു അന്താവസ്ഥയുള്ളതായി പറഞ്ഞതേ ഇല്ലെന്ന് പറഞ്ഞു നിൽക്കെ വില്യം അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒരതിഥി ഉള്ള കാര്യം മറ്റുള്ള അതിഥികളോട് പറയേണ്ട ആവശ്യം എന്താണ്? താൻ വല്ലാതെ പേടിച്ചിരിക്കുകയാണല്ലോ. നമുക്ക് താഴെയുള്ള ബാറിലിരുന്ന് ഓരോ ഡ്രിങ്ക്സ് അടിക്കാം.
ആദ്യം ലോഫ്റ്റിസ് അതിനെ വിസമ്മതിച്ചു. അയാൾ വീണ്ടും മുറിയിൽ കയറി TV കാണാൻ ശ്രമിച്ചു. മറ്റേ ബ്ലോഗിന് പോയ ആൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഓഫ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്തോ തകരാറ് പോലെ തോന്നാൻ തുടങ്ങി. പെട്ടെന്ന് കുറേ ഗ്ലിച്ച് വന്നങ്ങനെ നോക്കുമ്പോൾ പൊടുന്നനെ TVയും അടിച്ചു പോകുന്ന സ്ഥിതി. ഇതെല്ലാം ലോഫ്റ്റിസിന് തോന്നുന്നതാണോ അതോ യഥാർത്ഥത്തിൽ നടക്കുന്നതാണോ? നിയോന്റെ ശബ്ദവും ഇപ്പോൾ TVയിൽ കണ്ട ഗ്ലിച്ചും ഒക്കെ. എന്തായാലും ഇതോടെ അയാൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങി വില്യമിൻ്റെ കൂടെ താഴെയുള്ള ബാറിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അവർ രണ്ടുപേരും ബാറിലിരുന്ന് മദ്യപിക്കാനും അവിടെ ഉണ്ടായിരുന്ന ഗെയിമുകൾ കളിക്കാനും തുടങ്ങി. മദ്യത്തിൻ്റെ ലേറി തലയ്ക്ക് പിടിച്ചതോടെ ലോഫ്റ്റിസ് തൻ്റെ മനസ്സിലെ സങ്കടങ്ങളും ജീവിതകഥയും വില്യമിനോട് തുറന്നു പറയാൻ ആരംഭിച്ചു. താൻ എങ്ങനെയാണ് ഈ വിഡോസ് ബേ ടൗണിൻ്റെ മേയർ ആയതെന്ന് ലോഫ്റ്റിസ് വെളിപ്പെടുത്തി. ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് എതിരാളികൾ ആരും ഇല്ലാതെയാണ്. ആരും എനിക്കെതിരെ മത്സരിക്കാൻ വന്നില്ല. ഈ നാട്ടുകാരെല്ലാവരും തന്നെ ഒരു ഭീരു എന്ന് വിളിക്കാറുണ്ടെങ്കിലും തൻ്റെ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അവരിൽ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് ലോഫ്റ്റിസ് ഓർത്തു. ഒന്നുകിൽ ഈ മേയർ പദവി ഒരു ശാപമാണെന്ന് അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് യഥാർത്ഥ ഭീരുക്കൾ. ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും താൻ ഈ ടൗണിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നാട്ടുകാർ തന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് തികച്ചും അന്യായമാണെന്ന് അയാൾ വില്യമിനോട് പറയുന്നു. കൂടാതെ തൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളും അയാൾ പങ്കുവച്ചു. ലോഫ്റ്റിസിൻ്റെ പിതാവ് ഈ വിഡോസ് ബേ സ്വദേശിയായിരുന്നു, അമ്മ മെയിൻലാൻഡിൽ, അതായത് പുറംനാട്ടിൽ നിന്നുള്ളവരും. എന്നാൽ ആ ബന്ധം നീണ്ടു നിന്നില്ല, വൈകാതെ ഡിവോഴ്സായി. ലോഫ്റ്റിസ് ജനിച്ചത് മെയിൻലാൻഡിലാണ്. എങ്കിലും രണ്ടുപേർക്കും കുട്ടിയുടെ മേൽ തുല്യ അവകാശമുള്ളതുകൊണ്ട് അയാൾ തൻ്റെ കുട്ടിക്കാലത്തെ ഭൂരിഭാഗ സമയവും അമ്മയ്ക്കൊപ്പമാണ് ജീവിച്ചത്. എന്നാൽ വേനലവധിക്കാലങ്ങളിൽ ഈ ദ്വീപിലേക്ക് വരേണ്ടിയും വന്നു. അയാൾക്ക് തൻ്റെ അച്ഛനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾ കടന്നുപോയ ശേഷം അച്ഛന് മാരകരോഗം ബാധിച്ചപ്പോൾ പരിചരിക്കാൻ വേണ്ടി മാത്രമാണ് വീണ്ടും ഈ ദ്വീപിലേക്ക് എത്തിയത്. അച്ഛൻ്റെ മരണശേഷം ആ സമയത്താണ് അവിടെ വെച്ച് തൻ്റെ ഭാവി ഭാര്യയെ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നത്. പിന്നീട് അവർക്ക് ഇവാൻ ജനിച്ചതോടെ ലോഫ്റ്റിസ് ഈ ദ്വീപിലെ സ്ഥിരതാമസക്കാരനായി മാറുകയായിരുന്നു. അയാളുടെ പിതാവിനെക്കുറിച്ചുള്ള കഥകൾ, അതായത് എപ്പോഴും കുടിച്ചു കൂത്താടി വന്നിട്ട് തന്നോട് പറയുന്ന ഈ ദ്വീപിൻ്റെ ഓരോ പ്രേതകഥകൾ, അതും പ്രായം പോലും നോക്കാതെ പറഞ്ഞതിൻ്റെ ആ ഒരു കുട്ടിക്കാല ട്രോമ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരുന്ന വില്യം പെട്ടെന്ന് വളരെ വിചിത്രമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ ദ്വീപിലെ ജനങ്ങൾ ഇങ്ങനെയാണെന്നും അവിടെയെല്ലാം വികൃതമായ മാനസികാവസ്ഥയെക്കുറിച്ചും അയാൾ ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ഭേദവുമില്ലൊരു ചുക്കുമില്ല, എല്ലാത്തിനെയും മുക്കാൽ കെട്ടി അടിച്ച് നശിപ്പിക്കണമെന്ന് വെരികൊണ്ടു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ അവസ്ഥയിൽ നിന്നും സാധാരണ നിലയിലേക്ക് മാറുകയും അടിച്ചത് കൂടിപ്പോയതാണ്, തനിക്കുറങ്ങാൻ സമയമായെന്ന് പറഞ്ഞ് അയാൾ പോവുകയും ചെയ്തു. വില്യം പോയതിനു ശേഷം മദ്യത്തിൻ്റെ ലഹരിയും ധൈര്യവും തലയ്ക്ക് പിടിച്ചതുകൊണ്ട് ലോഫ്റ്റിസ് താൻ നേരത്തെ വേണ്ടാന്ന് വെച്ച് പിന്മാറിയ ആ ക്രോൾ സ്പേസ് ടാസ്ക് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. അയാൾ ആ ഇടുങ്ങിയ ഇരുണ്ട തറയ്ക്കിടയിലേക്ക് പതുക്കെ അണിഞ്ഞിറങ്ങി. എന്നാൽ ആ തീരുമാനം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായി മാറുകയായിരുന്നു. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. 1, ആ സ്ഥലം വായുസഞ്ചാരം അധികമില്ലാതെ ഭയങ്കരമായി അഴുക്ക് പിടിച്ച് കിടക്കുകയായിരുന്നു. 2, അവിടെ മുന്നോട്ട് നീങ്ങിയ ലോഫ്റ്റിസ് കണ്ടത് ആരെയും ഞെട്ടിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശവശരീരമായിരുന്നു. പിന്നെ ആ ശവം കാണുന്ന എപ്പോഴെന്നോ അവിടെ അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിൽക്കെ പൊടുന്നനെ വില്യം ആ കയറുന്ന സ്ഥലത്ത് വന്നു നിന്നു. സഹായം വേണമെന്ന് ചോദിച്ച് നേരെ കയറി വന്നതും മുഖത്ത് ഒരു ക്ലൗൺ മാസ്ക് ധരിച്ച പോലെ ഭയാനകമായി അടുത്ത് വന്നതും ആ സമയത്താണ് അവിടെ ഒരു ശവം കണ്ടത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം ലോഫ്റ്റിസ് വെറുതെ വിളിച്ച് തൻ്റെ മുറിയിലെ കട്ടിൽ കിടന്ന് ഞെട്ടി ഉണരുകയാണ് ചെയ്തത്. അയാൾ ചുറ്റും നോക്കി, താൻ സുരക്ഷിതനായ ബെഡിൽ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇത്രയും നേരം നടന്ന ഭീകര സംഭവങ്ങളും വില്യമിൻ്റെ കൊലപാതക ശ്രമവും ഒക്കെ ലോഫ്റ്റിസ് കണ്ട വെറും സ്വപ്നം മാത്രമായിരുന്നു. അങ്ങനെ ആ ഭീകര രാത്രി കടന്നുപോയി. പിറ്റേന്ന് രാവിലെയായി. ലോഫ്റ്റിസ് ഇന്നിൻ്റെ ഉടമയായ കുർട്ട്, പോലീസ് ഓഫീസറായ ബെച്ചർ എന്നിവരൊത്തുചേർന്ന് ഇന്നിൻ്റെ ഉള്ളിലെ CCTV ഫുട്ടേജുകൾ പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയിലാണ് എല്ലാവരെയും കുഴപ്പത്തിലാക്കുന്ന ഒരു സത്യം പുറത്തു വന്നത്. ലോഫ്റ്റിസ് അനുഭവിച്ച ചില കാര്യങ്ങൾ പൂർണ്ണമായ സത്യമായിരുന്നു. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ അയാളുടെ മനസ്സിൻ്റെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു. അതായത് വില്യം എന്ന അതിഥി വരുന്നതിന് മുമ്പ് ലോഫ്റ്റിസ് ആ മുറിയിൽ വെച്ച് ചെയ്ത കർട്ടൻ മാറ്റുന്നതും TV വയ്ക്കുന്നതുമായ കാര്യങ്ങളെല്ലാം CCTVയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. അത് സത്യമാണ്. എന്നാൽ വില്യം എന്നൊരാൾ ബാറിലേക്ക് വരുന്നതോ ലോഫ്റ്റിസ് അയാളുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുന്ന ഒന്നും ആ ക്യാമറയിൽ ഇല്ലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ വില്യം എന്നൊരു വ്യക്തി അവിടെ ഉണ്ടായിട്ടേ ഇല്ല. ലോഫ്റ്റിസ് ബാറിലിരുന്ന് ഒറ്റയ്ക്കാണ് സംസാരിച്ചതും മദ്യപിച്ചതും. അങ്ങനെയെങ്കിൽ ആ തറയ്ക്കടിയിലെ ശവശരീരവും ക്ലൗൺ കില്ലറുടെ ആക്രമണവുമെല്ലാം ലോഫ്റ്റിസിൻ്റെ വെറും ഭ്രമം മാത്രമായിരുന്നു. കാരണം അവിടെ പരിശോധിച്ചപ്പോൾ ഒരൊറ്റ ശവം പോലും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. ഇതിനിടെയാണ് അങ്ങോട്ടേക്ക് വിക്ക് കടന്നു വരുന്നത്. അപ്പോഴാണ് ആ സത്യം വെളിപ്പെടുന്നത്. പണ്ട് ഈ നാട്ടിൽ ഒരുപാട് ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കുപ്രസിദ്ധ ക്ലൗൺ സീരിയൽ കില്ലർ ഈ വില്യമായിരുന്നു. അയാളെയാണിപ്പോൾ ലോഫ്റ്റിസ് കണ്ടിരിക്കുന്നത്. തൻ്റെ മുന്നറിയിപ്പുകളെല്ലാം സത്യമായി വഹിക്കുന്നുണ്ട്. വിക്കിൻ്റെ മുഖത്ത് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. താൻ പറഞ്ഞതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. സാധാരണ വിക്കിനോട് എപ്പോഴും തർക്കിക്കാറുള്ള ലോഫ്റ്റിസ് തൻ്റെ ഇന്നലത്തെ ഭീകരമായ അനുഭവം കാരണം ഇത്തവണ വിക്കിനോടൊന്നും തിരിച്ചു പറയാൻ തയ്യാറായില്ല. അയാൾ പൂർണ്ണമായും തളർന്നിരുന്നു. എങ്കിലും ഇന്നിൻ്റെ ഉടമയായ കുർട്ട് ഇപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ പറഞ്ഞു, എൻ്റെ ഇന്നിന് യാതൊരു കുഴപ്പമില്ല. ഇവിടുത്തെ ഈ ചുറ്റോട് അന്തരീക്ഷം കാരണമാണ് മേയർക്കുരം തോന്നിയത്. ഇത് കേട്ടപ്പോൾ വിക്കിന് ദേഷ്യം വന്നു. അയാൾ കുർട്ടിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണേ നീ പോയി ആ ക്യാപ്റ്റൻസ് വീട്ടിൽ
ഒരു 10 സെക്കൻഡ് നിന്ന് കാണിക്കുക. ഇപ്പോൾ പുറത്ത് നല്ല വെളിച്ചമുള്ള പകൽ സമയമാണല്ലോ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യും. കുർട്ട് ആ വെല്ലുവിളി സ്വീകരിച്ചു. പകൽ സമയമായതുകൊണ്ട് അവന് വലിയ ഭയമൊന്നും തോന്നിയില്ല. അവൻ ആ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. എന്നാൽ വാതിലടച്ച അടുത്ത നിമിഷം തന്നെ കുർട്ടിന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് താൻ ചെയ്തതെന്ന് മനസ്സിലായി. കാരണം ആ മുറിക്കുള്ളിലേക്ക് കയറി വാതിലടയുന്ന നിമിഷം അവിടെ ജീവിക്കുന്ന ആളുകളുടെ സമയബോധം, സെൻസ് ഓഫ് ടൈം പൂർണ്ണമായും മാറി മറിയും. നമുക്ക് പുറത്തുള്ളവർക്ക് അത് വെറും 10 സെക്കൻഡ് ആയിരിക്കാം. എന്നാൽ ആ മുറിക്കുള്ളിൽ കിടക്കുന്ന ആൾക്ക് അത് മണിക്കൂറുകളോ ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ ആയിട്ടാണ് അനുഭവപ്പെടുക. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം കുർട്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്നുപോയി. കുർട്ടിൻ്റെ വസ്ത്രവും മുടിയുമൊക്കെ വല്ലാണ്ട് അലങ്കോലപ്പെട്ടിരുന്നു. അത് മാത്രമല്ല, അയാൾ കയറിയ മുറിയുടെ ചുവരുകൾ മുഴുവൻ നിമിഷ നേരം കൊണ്ട് വലിയ രീതിയിൽ പൂപ്പലുകളും പഴകിയ പാടുകളും വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ വർഷങ്ങളോളം ഒരു മുറി അടച്ചിട്ട് കൃത്യമായി പരിപാലിക്കാതിരുന്നാൽ മാത്രം ഉണ്ടാകുന്ന ആ കട്ടിയുള്ള പൂപ്പലാണ് വെറും സെക്കൻഡുകൾ കൊണ്ട് ആ ചുവരുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലെ ഈർപ്പവും പൂപ്പലും കാരണമാണ് ലോഫ്റ്റീസിന് രാത്രി മാനസിക വിഭ്രാന്തി ഉണ്ടായെന്ന് ബഷീർ വാദിക്കാൻ നോക്കിയെങ്കിലും കുർട്ട് അത് തിരുത്തി. താൻ ഈ അടുത്ത കാലത്താണ് ഈ ഇന്നിൻ്റെ ചുവരുകളും മുറികളും ഒക്കെ കൃത്യമായി പെയിൻ്റ് അടിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി വൃത്തിയാക്കിയെന്ന് വെളിപ്പെടുത്തി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ മുറിക്കുള്ളിൽ സമയം വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ മുറിക്ക് പിന്നിലും എന്തോ ഒരു വലിയ നിഗൂഢതയുണ്ട്. ഈ ഭീകര സംഭവങ്ങൾക്ക് ശേഷം വിക് മേയറായ ലോഫ്റ്റീസിനോട് വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇനിയെങ്കിലും കണ്ണു തുറന്ന് മനസ്സിലാക്കാൻ, ജനങ്ങളൊട്ടും സുരക്ഷിതമല്ലെന്നും ഇതെന്നേക്കുമായി അടച്ചുപൂട്ടാൻ ഉത്തരവിടാനും. എന്നാൽ ലോഫ്റ്റീസിന് അതിനൊട്ടും തയ്യാറല്ല. താൻ ആ റൂമിലെ പൂപ്പലുകളൊക്കെ വൃത്തിയാക്കി ആ ക്യാപ്റ്റൻ സ്യൂട്ട് എന്നേക്കുമായി സീൽ ചെയ്ത് പൂട്ടിക്കൊള്ളാമെന്ന് കുർട്ട് ലോഫ്റ്റീസിനോട് വാക്ക് നൽകുന്നുണ്ട്. എന്നാൽ പ്രശ്നം ആ ഒരൊറ്റ മുറിയിൽ മാത്രമല്ല. ലോഫ്റ്റീസിന് ഭ്രമാത്മകമായ അനുഭവങ്ങൾ ഉണ്ടായത് താഴെയുള്ള ബാറിലിരിക്കുമ്പോഴാണ്. അതായത് അയിൻ മുഴുവനും എന്തോ പ്രശ്നമാണ്. എന്നിട്ടും ലോഫ്റ്റീസ് അയിൻ അടച്ചുപൂട്ടാൻ തയ്യാറാവുന്നില്ല. ടൗണിൻ്റെ സാമ്പത്തിക ഭദ്രതയും വിനോദസഞ്ചാര വികസനത്തിനും വേണ്ടി അയിൻ തുടർന്നും തുറന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് മേയർ തീരുമാനിക്കുന്നത്. യഥാർത്ഥ ഭരണകൂടങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയാണ് ലോഫ്റ്റീസ് ഇവിടെ കാണിക്കുന്നത്. ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കഥ കാണുന്ന നമ്മളുടെ ഉള്ളിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കിയാകുന്നുണ്ട്. ഇത് ശരിക്കും പ്രേതബാധയാണോ? കുർട്ട് ആ മുറിയിൽ കയറി പുറത്തേക്ക് വന്ന അവസ്ഥയും ചുവരിലെ പൂപ്പലം കണ്ട സ്ഥിതിക്ക് വിക്കിൻ്റെ വാദമാണ് ശരിയെന്ന് നമുക്ക് 90% വിശ്വസിക്കേണ്ടി വരും. ഈ ദ്വീപിൽ ഭൗതിക ലോകത്തിനപ്പുറത്തുള്ള എന്തോ വലിയ ദുരന്തം നടക്കാൻ പോകുന്നുണ്ട്. ഇനിയൊരു മറുപുറം ചിന്തിച്ചാൽ ഈ വിഡോസ് ബേ എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ടൗൺ അല്ലായിരിക്കാം. മാനസിക നില തെറ്റി ക്രിമിനലുകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു രഹസ്യ ദ്വീപ്, അസൈലമോ പ്രിസണോ ആയിരിക്കാം അത്. ഇവിടെയുള്ള ആളുകൾ ചിന്തിക്കുന്നത് തങ്ങളൊരു ഭംഗിയുള്ള നാട്ടിൽ ജീവിക്കുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ തടവുകാരാണെങ്കിലോ? ഇവരെല്ലാം ഭയപ്പെടുത്തി തിരികെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി അധികാരികൾ തന്നെ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഭീതിജനകമായ തന്ത്രങ്ങളാണോ ഈ കാണുന്ന ഹോണ്ടിങ്സ് ഒക്കെ? ഈ ദ്വീപിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും ആ നിഗൂഢതകൾ വരും എപ്പിസോഡുകൾ നമുക്ക് കണ്ടറിയാം. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാത്തിരുന്ന് കാണാം.